പിന്നെ അതിനുശേഷം ടെമ്പറേച്ചർ ഒരു സ്ലൈറ്റ്ലി കുറച്ച് മൈൽഡായിട്ടൊന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. അത് കൂടിപ്പോയി 100.4 നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് 100.4 ഫാരൻഹീറ്റ് വരെയുള്ള ടെമ്പറേച്ചർ എലിവേഷൻ ആദ്യത്തെ 24 ആവറേജ് ഏകദേശം പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ അങ്ങനെയൊക്കെ ഒരു എലിവേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ഡെലിവറി സംബന്ധിച്ച സ്ട്രെസ്, ഡീഹൈഡ്രേഷനൊക്കെ കാരണം അങ്ങനെ ഉണ്ടാകാമെന്ന് പറയുന്നു. അത് എക്സ്പെക്റ്റഡ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ചെറിയ രീതിയിലുള്ള കൂടുതൽ 100.4 ഫാരൻഹീറ്റ് വരെയാണ് അങ്ങനെ ഒരു മാർക്ക് പറയുന്നത്. പക്ഷേ അത് കൂടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത് 3ാമത്തെ ദിവസമാണ്, സ്റ്റിൽ ടെമ്പറേച്ചർ എലിവേഷൻ, അത് പോസ്റ്റ്മോർട്ടം ഇൻഫെക്ഷൻ്റെ സാധ്യതയാകാം. പോസ്റ്റ്മോർട്ടം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി പറയുന്നത് ഡെലിവറിക്ക് ശേഷം ആദ്യത്തെ 28 ദിവസം റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് എല്ലാം ഇതിനകത്താണ് പെടുത്തുന്നത്. പോസ്റ്റ്മോർട്ടം ഇൻഫെക്ഷനാണ്, അത് ഡേഞ്ചറസുമാണ്. ഓക്കെ, അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈവൻ അത് അപകടമാണ്, മരണം വരെ സംഭവിച്ചേക്കാം. അത് എന്താ പറയുന്നത്, പ്രോംപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. സോ അതിൻ്റെ സൂചന നമുക്കറിയാം, ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഫീവറാണ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എലിവേഷനാണ് ആദ്യം കാണിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത്. അപ്പോൾ 3ാമത്തെ ദിവസം ടെമ്പറേച്ചർ അത് 101 പനി, 101 ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം, അത് ഇൻഫെക്ഷൻ്റെ സൂചനയായിട്ട് എടുക്കണം. അതിനെ എങ്ങനെ എക്സ്പെക്റ്റഡ് ഫൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പാടില്ല. അത് ഇൻഫെക്ഷൻ്റെ സാധ്യതയാകാം. അതാ ഞാൻ പറയുന്നതിന് വേറൊരു തലമുണ്ട്. ഇങ്ങനെ ചെറിയ ചൂട് കൂടുതലൊക്കെ സാധ്യത